ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയറാം നായകനായി ഈ പ്രജിത്ത് സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തി പോസിറ്റീവ് അഭിപ്രായം നേടിയത് ഇപ്പോഴും അത്യാവശ്യം മികച്ച ഹോൾ നിലനിർത്തി മുന്നോട്ട് പോകുന്ന മലയാള സിനിമയാണ് ആശകൾ 1000. കാളിദാസ് ജയറാം, ആശ ശരത്ത്, ഷറഫുദ്ദീൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 17ാം ദിവസം ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 17 ദിവസം കൊണ്ട് കേരളത്തിൽ 6,77,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 18ാം ദിവസം ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ സിനിമയുടെ കേരള കളക്ഷൻ 6,90,00,000 റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് കളക്ഷൻ 10,60,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. വിജേഷ് പണത്തൂർ സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രകമ്പനം. സാഗർ, സൂര്യ, ഗണപതി, അല്ലമീൻ, മല്ലിക, സുകുമാരൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ 24ാം ദിവസം ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 35,45,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ 13,85,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 18-20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 25 ദിവസം കൊണ്ട് 14 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നൽകുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 21,45,00,000 റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. റഹ്മാൻ, ഭാവന എന്നിവർ പ്രധാന താരങ്ങളായി റിയാസ് മാരാത്ത് തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 6 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് അനോമി. ഈ സിനിമ 17ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 13,50,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 17 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 18ാം ദിവസം ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 7-8 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ 3,07,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 18 ദിവസത്തെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3,85,00,000 റേഞ്ചിലാണ്. ഇന്ദ്രൻസ് നായകനായി ജോൺ പോൾ ജോർജ് തിരക്കഥ സംവിധാനം ചെയ്ത ആശാൻ എന്ന സിനിമ തിയേറ്ററിലെത്തിയിട്ട് 3ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 19ാം ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ചിത്രം ഇന്നലെ വരെയുള്ള 18 ദിവസം കൊണ്ട് കേരളത്തിൽ 1,43,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ച 1 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1,44,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടുള്ളത്. വേൾഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,17,00,000 റേഞ്ചിലുമാണ്. ബിജു മേനോൻ, ജോജു ജോർജ്, ലെന എന്നിങ്ങനെ താരനിരയുമായി ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജനുവരി 30 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 24 ദിവസം കൊണ്ട് കേരളത്തിൽ 5,91,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 25ാം ദിവസമായിരുന്ന തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 1 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ വേൾഡ് വൈഡ് കളക്ഷനായി 10 കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട്. അബ്രീദ് ഷൈൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് സ്പാ. ഈ സിനിമ 10ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 3,35,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 ദിവസം കൊണ്ട് 40 ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് കേരളത്തിൽ നേടിയെടുക്കാനായിട്ടുള്ളത്. ബൈജു എഴുപിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം എന്നിവ നിർവഹിച്ച കൂടോത്രം എന്ന സിനിമ ഫെബ്രുവരി 13 തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ 10ാം ദിവസം ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 3,40,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 34 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.